നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ പ്രിൻസ് ആൻഡ് ദ ഫാമിലിയുടെ ഒരു പ്രസ് മീറ്റ് നടന്നു. അപ്പോൾ പ്രസ് മീറ്റിനോടനുബന്ധിച്ച് ദിലീപേട്ടൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഒരിക്കൽ എൻ്റെ വീഴ്ചയിൽ നിങ്ങൾ എല്ലാവരും വീഴ്ചയിൽ അവർ കണ്ടതാണ്, അപ്പോൾ ഇനി എണീറ്റ് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് കൂടെ നിന്നുകൂടെ എന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. ജനപ്രിയ നായകനൊപ്പം ജനപ്രിയൻ്റെ പ്രേക്ഷകർ എന്നുമുണ്ട്. ഒരു ചിത്രം നല്ലതായിട്ട് തിയേറ്ററുകളിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് സിനിമ കാണുന്നവനെ സംബന്ധിച്ച്, സിനിമ കാണുന്ന ആരാധകരെ സംബന്ധിച്ച് സിനിമ നല്ലതായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അണിയറയിൽ നടക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഈ പറയുന്ന സിനിമ കാണാൻ വരുന്നവർ ശ്രദ്ധിക്കാറില്ല. അവർ സിനിമയുടെ വെറും ആരാധകരാണ്. അപ്പം ഇപ്പം തിയേറ്ററുകളിൽ ഇതിനുമ്പോൾ വോയിസ് ഹൗസ് രാമലീല ഇറങ്ങിയപ്പോഴും ഒരുപാട് നല്ല വിജയമായിരുന്നു. കരിയർ തന്നെ ബെസ്റ്റായിരുന്നു. വോയിസ് ഹൗസ് സത്യനാഥൻ ഉണ്ടായിരുന്നു, അതുപോലെ പവി കേരൻ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇറങ്ങിയ പ്രിൻസ് ആൻഡ് ദ ഫാമിലി, ഈ ഫാമിലിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ അത്ര നല്ല രീതിയിലാണ് അതിലെ സ്ക്രിപ്റ്റ് റൈറ്റർ കഥ ചെയ്തിരിക്കുന്നത്, ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്, അതിൽ അഭിനയിച്ചിരിക്കുന്ന ആളുകൾ പ്രിൻസുമായിട്ട് അത്രയധികം സിങ്കായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് അതായത് നമ്മളിപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ പണ്ടത്തെ ആൾക്കാരല്ലല്ലോ, എല്ലാ ആൾക്കാരും സിനിമ തിയേറ്ററിൽ കയറും. അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഒരുപോലെ ചിരി വരുന്ന ഒരു വിഷയം കൂടിയാണ് ഈ സിനിമ പറഞ്ഞത്. കാരണം ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം പുതിയ തലമുറ ആഘോഷിക്കപ്പെടുമ്പോൾ ആ സിനിമയിലെ പഴയ തലമുറ ഇതിനെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവർക്കും ഈ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാം ഒരുപോലെ കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ചിത്രമാണ് പ്രിൻസ് ആൻഡ് ദ ഫാമിലി. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിന് തിയേറ്ററിൽ യാതൊരുവിധ പരാജയം ഉണ്ടാവില്ല. ജനപ്രിയരായ പ്രേക്ഷകർ ദിലീപ് ചിത്രം ഏതിറങ്ങിയാലും തിയേറ്ററിൽ കയറും. ഇപ്പം അങ്ങനെ ഒന്നും മടിച്ചു നിൽക്കുന്നവരായാലും ഈ ചിത്രത്തിൻ്റെ ഒരു ദിലീപിൻ്റെ ഫാൻ ആ ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റെല്ലാ ഫാൻസിനെയും മറ്റെല്ലാ ആൾക്കാരെയും തിയേറ്ററുകളിലേക്ക് അവരെത്തിച്ചോളും. അങ്ങനെ ഇത്രയും കാലം നമുക്ക് വളരെ ചിന്തയുള്ള സിനിമകൾ തന്നെ ഇപ്പോഴും റിപ്പീറ്റ് വാല്യൂ ഉള്ള ചിത്രം തന്നെയാണ് പ്രിൻസ് ആൻഡ് ദ ഫാമിലി. ഈ ചിത്രത്തിന് നല്ല റിപ്പീറ്റ് വാല്യൂ ഉണ്ടാകും. അപ്പോൾ ഇത് ടി വിയിൽ വന്നാലും ഇത് വീണ്ടും ആളുകൾ കാണും. ഇപ്പം പല ചിത്രങ്ങളും ഇപ്പോഴും ഇന്നത്തെ ദിവസം വരെ പല ചാനലുകളിലും ദിലീപ് ചിത്രങ്ങൾ പോകുന്നുണ്ട്. ഈ ചിത്രം എല്ലാം ആളുകൾ കാണുന്നുമുണ്ട്. പഴയ ചിത്രങ്ങൾ ടി വിയിൽ റിലീസ് ചെയ്യുമ്പോഴും ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ചിത്രവും അങ്ങനെ തന്നെ വിജയിക്കും. ഒരാളെയും വീഴാൻ സമ്മതിക്കുന്നില്ല കേരളത്തിലുള്ളവർ. മലയാളി പ്രേക്ഷകർ ഇവിടെ ആരെയും വീഴാൻ സമ്മതിക്കുന്നവരൊന്നുമില്ല. പ്രത്യേകിച്ച് അവർ ഒരിക്കലെങ്കിലും നല്ലൊരു ചിത്രം കൊണ്ടുവന്ന് ആഘോഷിപ്പിച്ചവർ. അതുകൊണ്ട് ഈ പ്രിൻസ് ആൻഡ് ദ ഫാമിലി ഇനി അങ്ങോട്ടുള്ള എല്ലാ ചിത്രങ്ങളും തിയേറ്ററിൽ വൻ വിജയം തന്നെയായിരിക്കും.